വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംവിധായകൻ സനൽകുമാർ ശശിധരനെ കൊച്ചിയിലെത്തിച്ചു. നടിയുടെ പരാതിയിൽ മുംബൈയിൽ നിന്നാണ് എളമക്കര പോലീസ് സനലിനെ കസ്റ്റഡിയിലെടുത്തത്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സനൽകുമാർ പറഞ്ഞു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, എപ്പോഴാണ് സനൽകുമാർ ശശിധരനെ കൊച്ചിയിൽ എത്തിച്ചത്? നമുക്ക് ആ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ കാണാം, അദ്ദേഹം വളരെ അഗ്രസീവായിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നലെയായിരുന്നു ഇയാളെ മുംബൈയിൽ വെച്ച് എമിഗ്രേഷൻ വിഭാഗം, മുംബൈ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ നടി നൽകിയ പരാതിയിൽ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ആ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ ഇന്നലെ അമേരിക്കയിലായിരുന്നു കഴിഞ്ഞ 2 വർഷമായി സനൽകുമാർ ശശിധരൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ മുംബൈയിൽ എത്തിയപ്പോൾ ഇയാളെ അവിടെ വെച്ച് ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയും മഹാരാഷ്ട്രയിലെ സഹാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് എളമക്കരയിലെ SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സഹാറിലെത്തി ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് സനൽകുമാർ ശശിധരനെ എത്തിച്ചിട്ടുള്ളത്. നാളെ വിശദമായി സനൽകുമാർ ശശിധരനെ പോലീസ് ചോദ്യം ചെയ്യും. അതിനുശേഷമാകും കോടതിയിൽ ഹാജരാക്കുക. നേരത്തെ 2022 സമാനമായ പരാതി നടി നേരത്തെയും ഇയാൾക്കെതിരെ നൽകിയിരുന്നു. അന്ന് എളമക്കര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ കേസിൽ നിലവിൽ ഇയാൾ ജാമ്യത്തിലാണുള്ളത്. അതിന് പിന്നാലെയാണ് വീണ്ടും തന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നുവെന്നും തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നുവെന്നും വ്യാജ ഓഡിയോ സന്ദേശങ്ങളടക്കം പ്രചരിപ്പിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി നടി വീണ്ടും എളമക്കര പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 2022 ഇയാളെ നെയ്യാറ്റിൻകരയിൽ വെച്ച് പോലീസ് പിടികൂടുന്നതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടി. പ്രത്യേകിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇയാൾ തടയുകയും ഒപ്പം തന്നെ അത്തരത്തിൽ വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയതായിരുന്നു. ഏതായാലും നിലവിൽ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അമൃത.